ആ സൈഡ് നോക്കിയ ഫുള്ള് വെള്ളക്കെട്ട്. അങ്ങനെ നമ്മള് ഏകദേശം ഫുള്ള് കാണും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. വണ്ടിയൊക്കെ പുതച്ചെടുത്തിട്ട് അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. വണ്ടിയൊക്കെ കുഴിയെടുത്തിട്ട് ഒരു മിനിറ്റ്. ഇപ്പൊ തമിഴ്നാട്ടില് തെങ്കാശിയിലോട്ട് പോയ. അപ്പൊ നമ്മള് ഇനി ആര്യനടുത്തി ഇവിടെ നിന്ന് ഏകദേശം 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. മക്കരയിലാണ് ആദ്യം പോകാൻ പോണത്. സോറി, മക്കരയല്ല, മേക്കരയിലാണ് ആദ്യം പോകാൻ. മേക്കര മഴയാണ്, അപകട സാധ്യത, പതുക്കെ പോകാം. അത് കിട്ടിയ ഇത്ര നേരം ക്യാമറ എടുത്തോണ്ടിരുന്നതാണ്ട എന്റെ അനിയത്തിയാണ്. ചെറുതായിട്ട് ഉണ്ണിച്ചിട്ട് വന്ന് വഴി തെറ്റി. ഒന്ന് വെയിറ്റ് ചെയ്യാം, വരട്ടെ. വഴി തെറ്റിയ കുഞ്ഞാൻ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് തിരിച്ച്. വണ്ടി പുതഞ്ഞു കിടപ്പുണ്ട്. വണ്ടി സീനല്ലേ, സാധനം വളഞ്ഞു തന്നെ. 3 മണിക്കൂർ യാത്ര. എവിടെ തടി വില്ലി കൊറേ നേരം കൊണ്ടിട്ട് തടിമില്ല കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ഇനിയപ്പോ ഒന്നും കൂടെ വരും. അത് എടുക്കണ്ട, നീ വിട്. നമ്മളെ അപ്പൊ ഇവിടെ വണ്ടിയൊക്കെ നടത്തിയിട്ട് നമ്മളടുത്ത് സൈഡിൽ ഇടാൻ പറഞ്ഞു. എന്തോ സംഭവം പറഞ്ഞു ഇവിടെ. വണ്ടി പോയി തുടങ്ങി പോയാ പിന്നെ ഇവിടെ മല വെള്ളം ഇറങ്ങിയിട്ട് അങ്ങനെ കുറച്ചേരം റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ എല്ലാം ക്ലിയർ ചെയ്ത് വരുന്നതാണ്. അപ്പൊ കണ്ട കൈസ്, മഴ വെള്ളം ഇറങ്ങി അങ്ങനെ റോഡ് നമ്മളെ കുറച്ചേരം ഇവിടെ നിന്നായിരുന്നു. കണ്ട കൈസ്, ഇവിടെ എല്ലാം മല വെള്ളം ഇറങ്ങി അങ്ങനെ. ആ സൈഡ് നോക്കിയേ, ഫുള്ള് വെള്ളക്കെട്ട്. അങ്ങനെ നമ്മള് വണ്ടി നിർത്തിക്കുന്നു. ഒന്നും അങ്ങനെ ഇതാണെങ്കിൽ ട്രെയിൻ പോണ സ്ഥലമാണെന്ന് പറഞ്ഞു. ട്രെയിൻ ഇതുവഴി ട്രെയിൻ ഉണ്ടോ ഈ നോക്കിയേ. ആ സൈഡിൽ അവിടെ കോട ഇറങ്ങുന്നുണ്ട്. ഇതുവഴി വെള്ളം പോണേ കാണാം. You say you need your space and pull me close. I read your silence louder than most. One day you'll walk. ഇവിടെ ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത കാറ്റ് കേട്ടോ. തിരുമല കോവിൽ ഈ പുറകെ കാണുന്നത് എന്റെ തിരുമല, എന്തോ എങ്ങനെ എന്റെ പുറകെ കാണുന്നതാണ് തിരുമല കോവിൽ. ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഒരു മലയുടെ മണ്ടയ്ക്കാണ്. നമ്മൾ വണ്ടി മേലെ വരുന്നു, ഒരു പാർക്ക് ചെയ്തിട്ട് ഒരു ചെറിയ സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് കയറാന്നേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക്. അല്ലാതെ നമുക്ക് വേണമെങ്കിൽ താഴെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ സ്റ്റെപ്പ് വഴിയും കയറി വരാം. നമുക്കിവിടെ നിൽക്കുമ്പോൾ ദൂരെ ഒരു ഡാം കാണാം. പിന്നെ അതിൽ നിറച്ച് വെള്ളം കിടപ്പുണ്ട്, മഴയായിട്ടായിരിക്കാം. പിന്നെ താഴെ പാടങ്ങളിലെല്ലാം വെള്ളം കയറി കിടപ്പുണ്ട്. അത് കാരണം ആണ് നമ്മൾ വേറെ ഇടം വിടാത്തത്. ഇറങ്ങി അടുത്ത് ഫുഡ് കഴിക്കണം. Then pull me close. I read your silence louder than most. One day you're warm, the next day you're cold. Got me. ഗൈസ്, അങ്ങനെ വണ്ടി പോകാഞ്ഞ് ഇനി നമ്മൾ ട്രാക്ടർ വിളിച്ചിട്ടുണ്ട്. നമ്മളെല്ലാരും ഇവിടെ കിടന്ന് നോക്കിയിട്ട് വണ്ടി ഫുള്ള് പോകാഞ്ഞ്. അപ്പൊ നമ്മളെ വണ്ടി ഉണ്ട്, അവിടെ പോഞ്ഞ് ഇടയ്ക്ക് ഇവിടുത്തെ ഒരു നാട്ടുകാരൻ സഹായിക്കാന്ന് പറഞ്ഞു ചേട്ടൻ. ഒരു ട്രാക്ടർ വിളിക്കാൻ പോയിട്ടുണ്ട്. ഇപ്പൊ 2 കിലോമീറ്റർ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് വന്ന് വലിച്ചു കയറ്റണം. ഒരുപാട് ശ്രമിച്ചു കയറ്റാൻ, പക്ഷെ നടന്നില്ല. ഏകദേശം ഫുള്ള് കാണും. വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇനി വലിച്ചു കയറ്റാൻ പോണ. അയ്യോ, മലഞ്ഞാൽ പോലെ വണ്ടി കയറ് കെട്ടി. അങ്ങനെ വണ്ടി എടുത്ത്
അങ്ങനെ അവിടെ വണ്ടിയൊക്കെ പോന്തി ഇപ്പൊ എടുത്തിട്ട് അയ്യോ ഒരു ട്രാക്ടറൊക്കെ വിളിച്ച് വണ്ടി വലിച്ചു കയറ്റി ഇപ്പൊ ഇവിടെ ഒരു ഷെഡിൽ കഴിക്കാനാണ്. അവിടെ കഴിക്കാൻ ഇറക്കിയതാ. അവിടെ അങ്ങ് താന്നു പോയി, മഴയൊക്കെ ആയിരുന്നു. എൻ്റെ ഡ്രസ്സെല്ലാം നനഞ്ഞു. അപ്പൊക്കെ നനഞ്ഞിട്ട് എല്ലാ ചട്ടൊക്കെ ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടായിരിക്കും. ഫുള്ള് നനഞ്ഞ് അവിടെ കിടന്ന് ചെളിയിക്കണം. ആരൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു എല്ലാവരും കഴിക്കാനും. കാറിലൊക്കെ ഇരുന്ന് കഴിക്കാൻ, കാറിലിരുന്ന് കഴിക്കാൻ നേരിച്ചു. ഇവിടെ സ്ഥലമില്ല ഇരുന്ന് കഴിക്കുക. ഇപ്പം മഴയാ ഫുള്ള്. അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകണം. ഈ അച്ഛനും കൊച്ചനും കൂടെ വന്നാൽ കഴിക്കാം. എന്താ സൂചേട്ടാ നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കുന്നേ? വണ്ടി അത് പുതഞ്ഞു കിടന്ന് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഇപ്പോൾ ഡ്രസ്സെല്ലാം നനഞ്ഞു. അപ്പോൾ ഡ്രസ്സൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ ഇപ്പം പോകണം അടുത്ത സ്ഥലത്തോട്ട്. അവിടെ വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ഫുള്ള് വെള്ളപ്പൊക്കം. അപ്പോൾ ഒരിടം പോകാൻ പറ്റില്ല. പ്ലാൻ ചെയ്ത ഒരിടം പോകാൻ പറ്റിയില്ല. അപ്പം പോലീസൊക്കെ നമ്മൾ തിരിച്ചു വിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇപ്പം നമ്മൾ ഏകദേശം കുറച്ചിങ്ങോട്ടായി. നമ്മളിപ്പോൾ കയറാൻ പോണ വളവ് ഈ ഫേമസ് വളവാണ്. എസ് വളവ് എന്നാ പറയണത്. എസ് വളവ് എസ് പോലെ ഇരിക്കണം. നിർത്തി കൊടുക്കട്ടെ ഞാൻ. നല്ല രസമല്ലേ ബസ് വളവ് ഇറങ്ങി വരണേ? ഈ റൂട്ട് ബസ്സൊക്കെ ഓട്ടിച്ച് പോവാൻ എന്ത് വൈബായിരിക്കും അല്ലേ? നമ്മള് ചായ കുടിക്കാൻ കയറിയ സംഗീത എവിടെ? ചായ 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 മേടിച്ചോ ചായ മേടിച്ചോ ചായ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ ചായക്കട എന്നാണ് കഴിച്ചത്. ഇതുവഴി വരുന്ന വഴിക്ക് ഇവിടെ ഉള്ള നല്ല ചായ ആയിരുന്നു. ലോട്ടറി കട ഉണ്ട്, വല്ല ലോട്ടറി കട. ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല സൗണ്ട് ഉണ്ട്. വെള്ളം പോണം. നല്ല മഴ പെയ്തിരിക്കും. നല്ല വെള്ളം ഇറങ്ങിയിരിക്കും. നല്ല സൗണ്ട്. മലവെള്ളം ഇറങ്ങിയിരിക്കണം ഒരുപാട്. നല്ല സൗണ്ട്. ഇരുട്ടാണ്. വരണ വഴിക്ക് നിറച്ച് മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടക്കാനുണ്ട്. മാനിനൊക്കെ ഉണ്ട് സൈഡിൽ ഇരിക്കുന്ന. നല്ല ഇരുട്ടാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്യണം. പറ്റണ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.